നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കമാൻഡോ മുഖം സ്ലൂയിസ് സ്ലാബ് ബീം തകർന്നത് പരിഹരിക്കാൻ അടിയന്തര തീരുമാനമായി. ചെർപ്പ് CNN GLP സ്കൂളിൽ ആരംഭിച്ച ഔഷധ സസ്യ ഉദ്യാനം ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വൂർ പരിശുദ്ധ ആന്തോണീസിന്റെ കപ്പാളയിലെ തിരുനാളിന് കൊടിയേറി. പെരിഞ്ചേരിയിൽ കാട്ടുപന്നിയെ കണ്ടെത്തി. കൂനംപ്ലാക്കൽ ജോസിന്റെ വീട്ടിലുള്ള CCTVയിലാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വാർത്തകൾ വിശദമായി. കമാൻഡോ മുഖം സ്ലൂയിസ് സ്ലാബ് ബീം തകർന്നത് പരിഹരിക്കാൻ അടിയന്തര തീരുമാനമായി. ഇതിനായി ഫണ്ട് കണ്ടെത്തി. 14 ലക്ഷം രൂപ താൽക്കാലികമായി കമാൻഡോ മുഖം നിർമ്മിക്കാൻ ആവശ്യമുണ്ടെന്ന് കളക്ടർ തീരുമാനിച്ച സമിതി ആവശ്യപ്പെട്ടിരുന്നു. നാട്ടിക MLA CC മുകുന്ദന്റെ അധ്യക്ഷതയിൽ കൂടിയ അടിയന്തര യോഗത്തിലാണ് തീരുമാനമായത്. ചാഴൂർ അച്യുതമേനോൻ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്തു. 14 ലക്ഷം രൂപയോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വീതിച്ചു നൽകാമെന്ന് തീരുമാനിച്ചു. ഇതുപ്രകാരം തൃശൂർ ജില്ലാ പഞ്ചായത്ത് 4 ലക്ഷം, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 3 ലക്ഷം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം, ചേർപ്പ്, പാർലം, ചാഴൂർ, താന്യം, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകൾ 6 ലക്ഷം രൂപ വീതമാണ് നൽകാൻ തീരുമാനിച്ചത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഈ തുക ഉടനെ കൈമാറും. യോഗത്തിൽ തഹസിൽദാർ സുനിത ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AK രാധാകൃഷ്ണൻ, KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദനൻ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് സജിത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിബു, ചേർപ്പ് വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ, ഇഞ്ചുമുടി വില്ലേജ് ഓഫീസർ ജിഷ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ മിനി ജോസഫ്, മാലിനി, ചേർപ്പ്, ചാഴൂർ കൃഷി ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 2022-23 വർഷത്തിൽ നാട്ടിക നിയോജകമണ്ഡലം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും കരുവന്നൂർ പുഴ കമന്റമുഖത്തും ചിറക്കൽ തോടിൽ പടൂക്കടവിലും FRP ഷട്ടർ സ്ഥാപിക്കുന്നതിനായി 46 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതിയായതായും ഈ പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. അത് പരിശോധിക്കുന്നുണ്ട്. അവനൊരു റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ 3 ദിവസം മുമ്പ് നമ്മുടെ ഓൺലൈൻ ചർച്ചകളൊക്കെ ഇത് വന്നിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിത് പരിശോധിച്ചപ്പോൾ നമ്മുടെ പണി നമ്മൾ ഈ വർഷത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ 22-23 വർഷങ്ങളിലുണ്ടായ ബഡ്ജറ്റിൽ നിന്നുണ്ടായിട്ടുള്ള സംഖ്യയാണ്. ആ സംഖ്യ അതുകൂടി ഉപയോഗിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യം മൊത്തത്തിൽ പറയണമെങ്കിൽ നമ്മുടെ ചുമതലയുള്ള ഓഫീസർ ഉണ്ട്. ആ ഓഫീസർ കാര്യമായിട്ട് പറഞ്ഞാൽ ഭാവി കാര്യത്തെക്കുറിച്ച് എന്തൊക്കെ ചിലപ്പോൾ ഒന്നുമേ ഓർത്ത് നിൽക്കുകയാണ്. ഇനിയൊരു ചർച്ച ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനെ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ എന്താണ് പരിഹരിച്ചുവെങ്കിൽ ആ പരിഹാരം നിർത്താനാണ്. ഇപ്പോൾ 2 മണ്ഡലമുണ്ട്, 3 മണ്ഡലമാണ് ആലോചിച്ചാൽ. ഇരിങ്ങാലക്കുട മണ്ഡലമുണ്ട്, നാട്ടി മണ്ഡലമുണ്ട്, അത് മണലൂർ മണ്ഡലമുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഒരു പദ്ധതി തയ്യാറാക്കി പൈസ കൂടിക്കോട്ടെ, പ്രശ്നമില്ല. എല്ലായിടത്തും എന്തെല്ലാം കഴകളാണുള്ളത്, ആ കഴകൾ തുറക്കുന്നതിന് ആവശ്യമില്ല എന്നുള്ള തുറക്കുന്നതിന് ആവശ്യം മനസ്സിലിരിക്കുക. അതൊരു ചർച്ച ചെയ്താൽ അപ്പോൾ ചുമതല വഹിച്ചിരുന്ന ഓഫീസർ ആൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പദ്ധതി വെച്ച് മുന്നോട്ട് പോകാൻ ഇങ്ങനെ കഴിയും എന്നൊക്കെ വെച്ചാൽ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ്, ദേശീയ ഔഷധ സസ്യ ബോർഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ചെർപ്പ് CNN GLP സ്കൂളിൽ ആരംഭിച്ച ഔഷധ സസ്യ ഉദ്യാനം ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സഞ്ജീവിനി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 40 ഇനങ്ങളിലായി 50-ൽ പരം ഔഷധ സസ്യങ്ങൾ വിദ്യാലയത്തിൽ നട്ടുപിടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ
AR രാജീവ് കുമാർ, അധ്യാപകൻ MS പ്രസാദ്, PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ, MPTA പ്രസിഡന്റ് രേഷ്മ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. അപ്പോൾ നമുക്ക് ഔഷധ സസ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലേ? അറിയില്ലേ? ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ വീടുകളിൽ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും നമ്മുടെ അമ്മമാർ ഒക്കെ ഏറ്റവും ആദ്യം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ നാട്ടുവൈദ്യങ്ങൾ പ്രയോഗിക്കും, ഇല്ലേ? എല്ലാവരും നിങ്ങളൊക്കെ അങ്ങനെ കഴിക്കുന്നവരല്ലേ? നമ്മുടെ ശരീരത്തിന് ദോഷമില്ലാത്ത താത്തിക്കോളൂ നമ്മുടെ ശരീരത്തിന് ദോഷമില്ലാത്ത ആയുർവേദ രീതികളാണ് അതെല്ലാം. നമ്മുടെ പൂർവികന്മാർ ഇപ്പം നമുക്ക് ഒരു 100-110 വയസ്സൊക്കെ ആയിട്ട് ഇപ്പോഴും ജീവിക്കുന്ന നമ്മുടെ കുറേ അച്ഛന്മാരും അമ്മമാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിത രീതികളാണ് അവരെ ആ രീതിയിലൊക്കെ ഇപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ചൊവ്വൂർ പരിശുദ്ധ ആന്തോണീസിന്റെ കപ്പേളയിൽ തിരുനാളിന് കൊടിയേറി. 13-ന് ചൊവ്വാഴ്ചയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന കുർബാനയ്ക്ക് ശേഷം കൊടിയേറ്റം വികാരി ജോൺസൺ കുണ്ടുകുളം നിർവഹിച്ചു. 13-ന് വൈകിട്ട് 5:30-ന് തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിൻസെന്റ് കണിമംഗലത്തുകാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ജോൺസൺ കുണ്ടുകുളം, കൈക്കാരന്മാർ അരുൺ ചെറിയത്ത്, ലിൻഡോമോൻ ചെമ്മണ്ട, ബെന്നഡി കുണ്ടുകുളം, ജോൺസൺ കണ്ണനായിക്കൽ, ജനറൽ കൺവീനർ ജോസ് ചക്കേരി, ജോയിന്റ് കൺവീനർ ഡിബിൻ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകും. പെരിഞ്ചേരിയിൽ കാട്ടുപന്നിയെ കണ്ടെത്തി. കൂനംപ്ലാക്കൽ ജോസിന്റെ വീട്ടിലുള്ള CCTV ദൃശ്യങ്ങളിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ജോസിന്റെ മകൻ വിമൽ രാത്രി കാറിൽ വീട്ടിലെത്തിയപ്പോൾ ഇതിനെ നേരിട്ട് കണ്ടു. കാറ് കണ്ടയുടനെ മുറ്റത്ത് ഉണ്ടായിരുന്ന കാട്ടുപന്നി ഓടിമറഞ്ഞു. നാളുകൾക്ക് മുൻപും പ്രദേശത്ത് രാത്രി കരടിയെ കണ്ടതായി പ്രചരണം ഉണ്ടായിരുന്നു. കാട്ടുപന്നിയെ കണ്ട് തെറ്റിദ്ധരിച്ചതാകാം ഈ പ്രചരണത്തിന് കാരണമെന്ന് കരുതുന്നു. ഇത് ആൺപന്നിയാണെന്ന് CCTV ദൃശ്യം കണ്ട വനംവകുപ്പിന്റെ മാസ്റ്റർ ട്രെയിനർ CT ജോർജ് പറഞ്ഞു. ആൺപന്നികൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് സഞ്ചരിക്കാറുണ്ട്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനായി ഇവ അതിവേഗം പാഞ്ഞു വന്ന തോറ്റകൾ കൊണ്ട് ആക്രമിക്കും. സാധാരണയായി നിരുപദ്രവകാരികളായ കാട്ടുപന്നികൾ അപൂർവമായി അപകടകാരികളാകാറുണ്ട്. വന്യമൃഗ സംരക്ഷണത്തിന് നിയമത്തിന്റെ ഷെഡ്യൂൾ 3-ൽ ഉൾപ്പെട്ട കാട്ടുപന്നിയെ കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും ശിക്ഷാർഹമാണ്, ജോജു പറഞ്ഞു. വെള്ളക്കെട്ട് ദുരിതം മൂലം ചെർപ്പ് പടിഞ്ഞാട്ടുമുറി GJB സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ കുറച്ച് കുട്ടിമിടുക്കന്മാരാണ് തങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനത്തിൽ ഇപ്പോൾ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ നിലവിൽ 59 കുടുംബങ്ങളിൽ നിന്ന് 133 അംഗങ്ങളുണ്ട്. ക്യാമ്പിലുള്ള ഊരകം കൊറ്റംകുളം പ്രദേശത്തെ താമസക്കാരായ നിരഞ്ജന ശബരിനന്ദൻ, തരുൺ കൃഷ്ണ, നന്ദ വിനീഷ്, രുദ്രദേവ്, ആദീശ്വർ എന്നീ കുട്ടികൾ തങ്ങൾ ക്യാമ്പിൽ ചെലവഴിച്ച സമയം വെറുതെ ഇരുന്നില്ല. സ്കൂൾ മതിലിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ ചെളിയും പൂപ്പൽ പിടിച്ചും വൃത്തിഹീനമായി തുടങ്ങിയിരുന്നു. ഇതേയും ഇടക്കർ വൃത്തിയാക്കിയാണ് ഇപ്പോൾ അഭിനന്ദനം ഏറ്റുവാങ്ങുന്നത്. രക്ഷിതാക്കളുടെയോ മുതിർന്ന ആളുകളുടെയോ യാതൊരു പ്രേരണയും കൂടാതെ ഇവർ നടത്തിയ പ്രവൃത്തി മറ്റു കുട്ടികൾക്കും സമൂഹത്തിനും മാതൃകയാണ്. കുട്ടികളുടെ ഈ പ്രവർത്തനത്തിന് അഭിനന്ദിച്ച് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, അനിത അനിലൻ, DYFI ഊരകം മേഖലാ സെക്രട്ടറി വൈശാഖ് ദാസ്, സ്കൂൾ പ്രധാനാധ്യാപിക ലതിക, ആശാ വർക്കർ സുമതി, അംഗൻവാടി ഹെൽപ്പർ സൗമ്യ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇവര് ഇവിടെ ഈ സ്കൂളിന്റെ മതിലിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇങ്ങനെ പൂപ്പായൊക്കെ പിടിച്ച് കാണാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. അപ്പം കുട്ടികൾ അത് കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവർ ആ പൂപ്പായൊക്കെ നന്നായി ഉരച്ച് കഴുകി വൃത്തിയാക്കി ആ ചിത്രങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തി തന്നു. അത് അവരെ ആരും പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടല്ല അവരത് ചെയ്തത്, അവർ സ്വന്തം ഇഷ്ടപ്രകാരം. അപ്പോൾ ഈ കുഞ്ഞു മക്കള് അത് ചെയ്തത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മളെ അവരെ അനുമോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എല്ലാവരും ഒത്തുചേർന്നത്. അപ്പം ഇന്നലെ ഞാനിവിടെ ക്യാമ്പിൽ വന്നപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് എനിക്ക് കാണിച്ചു തന്നപ്പോൾ തോന്നി ഇവരെ അനുമോദിക്കണം. കാരണം ഇന്നത്തെ നമുക്കറിയാം, ഇന്ന് നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞു മക്കളിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായാലാണ് വരും തലമുറയിൽ അവരത് പ്രാവർത്തികമാക്കുള്ളൂ. ഈ കുട്ടികൾ ചെയ്തത് നമ്മുടെ മൊത്തം സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് നമ്മുടെ മക്കൾ ചെയ്തിട്ടുള്ളത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് BLM ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചേർപ്പ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിലേക്ക് ആവശ്യമായ പച്ചക്കറികളും ആവശ്യ സാധനങ്ങളും കൈമാറി.
യജുർവേദ മന്ത്ര മുഖരിതമാകാൻ പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രവും നാടും ഒരുങ്ങി. 2 പ്രളയകാലത്തും മുടങ്ങാതെ 1500 കൊല്ലമായി തുടരുന്ന അപൂർവമായ ഓത്തുകൊട്ടിന്റെ ആലാപനം പ്രകൃതിരമണീയമായ നാടിന് ദൈവികമായ വരദാനം കൂടിയാണ്. ജനങ്ങളുടെ ശ്രേയസ്സിനു വേണ്ടി പരമാത്മാവ് പ്രകാശിപ്പിച്ചതാണ് വേദരാശി. വേദമെന്നാൽ അറിവ് എന്നാണ് അർത്ഥം. വേദം ഗുരുവിൽ നിന്ന് ശിഷ്യന്മാർ കേട്ട് പഠിക്കുകയായിരുന്നു പതിവ്. ഭരദ്വാജ മഹർഷിയിൽ നിന്നാണ് ഋഷിവര്യന്മാർക്ക് വേദം പകർന്നു കിട്ടിയത്. വളരെ കാലത്തെ സാധനാനുഷ്ഠാനങ്ങളുടെയും ഏകാഗ്രതയിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്ത ധ്യാനാഭ്യാസത്തിന്റെയും ഫലമായി ഋഷിമാരുടെ ബോധമണ്ഡലത്തിൽ പ്രതിഫലിച്ച അറിവ് ശബ്ദങ്ങളുടെ രൂപം പൂണ്ടതിനെയാണ് വേദം എന്ന് പറയുന്നത്. സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ആധികാരികമായ പ്രശ്നം സ്വാതന്ത്ര്യമാണ് എന്ന തത്വത്തെ ഫലത്തിൽ അംഗീകരിക്കുകയാണ് യജുർവേദം ചെയ്യുന്നത്. യജ്ഞം എന്നത് സമൂഹത്തിന്റെ കൂട്ടായ്മയായ ഒരു പ്രവൃത്തിയാണെന്നും ആ കൂട്ടായ പ്രവൃത്തിയിലൂടെ സത്യസന്ധത മാത്രമാണ് അഭിലഷണീയമെന്നും വേദം ശഠിക്കുന്നു. കൃഷ്ണ യജുർവേദത്തിന്റെ ഉപാസന അല്ലെങ്കിൽ ആലാപനമാണ് ഓത്തുകൊട്ട് എന്നറിയപ്പെടുന്നത്. കൃഷ്ണ യജുർവേദത്തിലെ ആദ്യത്തെ 44 പർച്ചം എന്ന അധ്യായം മാത്രമേ ഇപ്പോൾ ഓത്തുകൊട്ടിന് സാധാരണയായി ഉപാസിക്കാറുള്ളൂ. ഓത്തുകൊട്ടിൽ സംഹിത, പദം, കൊട്ട് എന്നീ 3 വിധത്തിലുള്ള ആലാപന ക്രമങ്ങളുണ്ട്. ഇതിൽ സംഹിത സ്വരനിയമത്തോടെയും മാത്രാനിയമത്തോടെയും കൂട്ടിച്ചേർത്ത് ആലപിക്കപ്പെടുന്നു. അതിനെ ചന്താദിക്കുക അല്ലെങ്കിൽ സ്വരത്തിൽ ചൊല്ലുക എന്നാണ് പറയുന്നത്. ഒരാൾ സംഹിതയിലെ പഞ്ഞാതി എന്ന 50 പദങ്ങൾ അടങ്ങുന്ന ഒരു ഖണ്ഡിക വ്യാകരണ നിയമപ്രകാരം സ്വരത്തിൽ ചൊല്ലുകയും അത് മറ്റുള്ളവർ 5 തവണ സ്വരത്തോടു കൂടിയോ അല്ലാതെയോ ചൊല്ലുകയും ചെയ്യുന്നു. കൊട്ട് പാണ്ഡിത്യപ്രകടമാണ്. സാധാരണയായി സന്ധ്യാസമയത്താണ് നടത്താറുള്ളത്. ഒരാൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത് പോലെ വേദ പണ്ഡിതന്മാരുടെ മുന്നിൽ ഇരിക്കുകയും താൻ പഠിച്ച വേദം ഒരു ഓത്ത് 4 പദങ്ങളായി ചൊല്ലുകയും മറ്റുള്ളവർ 3 തവണ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിൽ പരീക്ഷകൻ സ്വരത്തിലും പദവിശ്ലേഷണത്തിലും പിഴവുകൂടാതെ തങ്ങളുടെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ 44 പർച്ചം കൃഷ്ണ യജുർവേദം 16 ആവർത്തി ആലാപനം ചെയ്യുന്നതിനെയാണ് ഓത്തുകൊട്ട് അല്ലെങ്കിൽ ഓത്തോട്ട് എന്ന് പറയുന്നത്. മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ പ്രശ്നവശാൽ ദേവന് ഏറ്റവും പ്രീതിയുള്ളത് ഓത്തുകൊട്ടാണെന്ന് തെളിഞ്ഞുകണ്ടു. വേദസ്വരൂപനായ വാമനമൂർത്തിയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന ഓത്തുകൊട്ടിൽ പങ്കെടുക്കുന്നതും യജ്ഞപ്രസാദമായ ഓത്തുകേട്ട് നെയ് സേവിക്കുന്നതിനും കുടുംബശ്രേയസിനും സന്താനലബ്ധിക്കും വിദ്യാഭ്യാസ വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും അത്യുത്തമമാണെന്ന് വിശ്വസിക്കുന്നു. മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനൻ പ്രധാന പ്രതിഷ്ഠയായി വരുന്ന ഭാരതത്തിലെ അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രം. വാമനമൂർത്തി ഉപനയനം കഴിഞ്ഞ് വേദപഠനം നടത്തുന്ന ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് നിത്യവും ഇവിടെ ഓത്തുകൊട്ട് നടക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ വിദ്യാഭിവൃദ്ധിക്ക് ഉത്തമമായ ക്ഷേത്രം കൂടിയാണ് മിത്രാനന്തപുരം. ക്ഷേത്രത്തിൽ നിത്യപൂജയ്ക്ക് മണി കൊട്ടാറില്ല. വിദ്യാർത്ഥിയായ ഭഗവാന് വേദപഠനത്തിന് തടസ്സമാകരുത് എന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിൽ സമ്പന്നമായ നക്ഷത്രവനമുണ്ട്. ഓരോ നക്ഷത്രത്തെയും ഓരോ ജീവിയുമായി എന്നതുപോലെ ഓരോ മരവുമായും ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ നക്ഷത്രക്കാരനും അതുമായി ബന്ധപ്പെട്ട വൃക്ഷത്തൈ സംരക്ഷിക്കണമെന്നും ആരാധിക്കണമെന്നുമാണ് ജ്യോതിഷം അനുശാസിക്കുന്നത്. പ്രകൃതിയിലെ എന്തിനേയും ആരാധിക്കുക എന്ന ഭാരതീയ തത്വം പാലിക്കുക കൂടിയാണെന്ന് മിത്രാനന്തപുരത്തെ ഈ വനസമൃദ്ധി ഓർമ്മപ്പെടുത്തുന്നു. 1924 പ്രളയത്തിൽ വഞ്ചിയിൽ വേദപണ്ഡിതന്മാരും വേദവിദ്യാർത്ഥികളും എത്തി ചടങ്ങ് മുടങ്ങാതെ നിർവഹിച്ചു. 2018 പ്രളയത്തിലും ഓത്തുകൊട്ട് മുടങ്ങിയില്ല. വലിയ സാമ്പത്തിക ചെലവുകൾ വരുന്ന ഈ അപൂർവ ചടങ്ങ് മുടങ്ങാതെ ഭംഗിയായി നടത്താൻ മിത്രാനന്തപുരം യജുർവേദ യജ്ഞ സമിതിയും നാട്ടുകാരും ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. മുന്നറിയിപ്പില്ലാതെ അനിയന്ത്രിതമായി പീച്ചി ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കി വിട്ടത് മൂലമാണ് നടത്തറ പഞ്ചായത്തിലെ മൂർക്കനിക്കര, കൈനൂർ പരിസര പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതിന് കാരണമെന്ന് മണലിപ്പുഴ സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രദേശത്തെ കുടുംബങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ പ്രളയത്തിൽ ഒഴുകിപ്പോയി. പല വീടുകളും താമസിക്കാൻ പറ്റാത്ത വിധം തകർന്നു. വർഷങ്ങളായി പുഴ വൃത്തിയാക്കാത്തതുമൂലം മണലും മറ്റും അടിഞ്ഞുകൂടിയത് ദുരന്തത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സൂചകമായി ബുധനാഴ്ച രാവിലെ 10 മുതൽ നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് സമിതി നേതാക്കൾ അറിയിച്ചു. തീർത്തും ഒരു മനുഷ്യനിർമ്മിത പ്രളയമാണ്. കൃത്യമായി ഡാം മാനേജ്മെന്റ് ഡാമിൽ ഇത്ര വെള്ളം സംഭരിക്കുമ്പോൾ ഇത്ര അധികം വരുമ്പോൾ അതനുസരിച്ച് തുറന്ന് വിടാതെയാണ് ഇത്തരമൊരു സംഭവങ്ങൾ. അതായത് കൃത്യമായി ഡാം മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രളയം ഇവിടെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾ ഈ നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പാർക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അതുപോലെ തന്നെ വീടുകൾ കേടുകൾ സംഭവിക്കുക, അതുപോലെ തന്നെ മതിലുകൾ നഷ്ടപ്പെടുക, ഇത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശത്ത് താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നളനിപ്പുഴയുടെ അനധികൃത കൈയേറ്റങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന ചളി ഇതൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഒഴുക്ക് സുഗമമാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മാത്രമേ ഇത്തരം പ്രളയങ്ങൾ തുടർന്നുണ്ടാവാതിരിക്കൂ. അതിനെതിരെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കൈനൂർ ചെറിയിൽ സ്ലൂയിസ് റെഗുലേറ്റർ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് വർഷങ്ങൾക്ക് മുമ്പേ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളതാണ്. ഇതിന് നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല. ഈ കാര്യങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ നടപടികൾ സ്വീകരിക്കുമെന്ന് സംരക്ഷണ സമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ആർ സുനന്ദൻ, KR വിശുദ്ധാക്ഷൻ, VA കൃഷ്ണൻ, K രവി, വത്സല ശിവദാസ്, KK മല്ലിക എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് പാഴായിയിൽ ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. പാഴായി സ്വദേശി തൈശുവളപ്പിൽ വീട്ടിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 സംഭവം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തൃത്താലയിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന കാർ സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചതിനു ശേഷം നിയന്ത്രണം വിട്ട കാർ ടോറസിൽ ഇടിച്ചു കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി കഞ്ചാവുമായി പിടിയിൽ. എടത്തുരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന 36 വയസ്സുള്ള ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിനേഷിനെ 1 വർഷത്തേക്ക് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. നിയമം ലംഘിച്ച ചന്ദ്രാപിന്നിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്നും 300 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI സജിപാൽ, സീനിയർ CPO മുഹമ്മദ് റാഫി, അനന്തു മോൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എടത്തുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രദേശത്ത് 9 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പഞ്ചായത്ത് ബദൽ സംവിധാനം ഒരുക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു സമരം. കുടവുമേന്തി എടത്തിരുത്തി ബാസാറിൽ നിന്നും പ്രകടനം ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരം KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇൻഷാദ് വലീഗത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ സജയ് വാടാരപ്പള്ളി, KK രാജേന്ദ്രൻ, AK ഇക്ബാൽ, PM അബ്ദുൽ സലീം, TK പ്രകാശൻ, AK ജമാൽ, ഉമറുൽ ഫറൂഖ്, ഷാഫിഖ്, ലിറ്റി മോഹനൻ, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി വഴി ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് നഴ്സിനെ നിയമിക്കുന്നതിന് 14/8/2024 തീയതി രാവിലെ 11 മണിക്ക് വാക്കിൻ ഇന്റർവ്യൂ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുന്നു. യോഗ്യത ANM, GNM, BSc നഴ്സിംഗ്. കൂടാതെ ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്നും 3 മാസത്തെ BCCPAN കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ CCPN കോഴ്സ്, BCCPN കോഴ്സ് പൂർത്തിയായിരിക്കണം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് മുൻഗണന. അപേക്ഷകർ 45 വയസ്സിന് താഴെ ഉള്ളവരാകുന്നത് അഭികാമ്യം. താല്പര്യമുള്ളവർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളുമായി നേരിട്ട് ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. വിവരങ്ങൾക്ക് 0487296310 അല്ലെങ്കിൽ 0487234224 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6390 രൂപ, പവന് 51,120 രൂപ.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. കമാൻഡോ മുഖം സ്ലൂയിസ് ലാബ് ബീം തകർന്നത് പരിഹരിക്കാൻ അടിയന്തര തീരുമാനമായി. ചെർപ്പ് CNN GLP സ്കൂളിൽ ആരംഭിച്ച ഔഷധ സസ്യ ഉദ്യാനം ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വൂർ പരിശുദ്ധ ആന്തോണീസിന്റെ കപ്പാടയിലെ തിരുനാളിന് കൊടിയേറി. പെരിഞ്ചേരിയിൽ കാട്ടുപന്നിയെ കണ്ടെത്തി. കൂനംപ്ലാക്കൽ ജോസിന്റെ വീട്ടിലുള്ള CCTVയിലാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.